ചെറുപ്പത്തിൻ്റെ ആവേശത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇൻസ്റ്റഗ്രാമിലെ പുതിയ ട്രെൻഡുകൾ ആളുകൾ കൊണ്ടുവരുന്നൊക്കെ നമുക്ക് കാണാനൊക്കെ കൊള്ളാം. പക്ഷേ നിയമം പാലിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. സഞ്ജു ടെക്കിയുടെ കാര്യത്തിൽ സഞ്ജു ടെക്കി ഒരു നിയമ ലംഘനം ചെയ്യുന്നു. എനിക്കതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ഒന്നാമത്തെ കാര്യം, നിയമലംഘനത്തെക്കുറിച്ച് അറിവില്ലായിരുന്നു എന്നുള്ളത് ഒരു ന്യായമല്ല നിയമത്തിന് മുമ്പിൽ. പോട്ടെ, അയാൾക്ക് അറിയില്ലായിരുന്നു, അതിൻ്റെ പേരിൽ അയാൾക്കെതിരെ നടപടി വരുന്നു, ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നു. ആ ലൈസൻസ് സസ്പെൻഡ് ചെയ്തതിന് ശേഷം MBD പരിഹസിച്ചുകൊണ്ടും ടോട്ടൽ സിസ്റ്റത്തെ അപഹസിച്ചുകൊണ്ടും പുള്ളി വേറൊരു കണ്ടന്റ് ചെയ്യാണ്. എനിക്ക് കോടികൾ കൊടുത്താലും കിട്ടാത്ത പബ്ലിസിറ്റി ഇത് അതുകൊണ്ട് കിട്ടിയിരിക്കുന്നു, എനിക്കെന്ത് സംഭവിക്കാനാണ്. പ്രൊവോക്ക് ചെയ്തു വീണ്ടും. കോടതി പോലും ഇതിനകത്ത് കടുപ്പിച്ചിടാനുള്ള കാരണം ആ നളിയൻ വീണ്ടും കണ്ടന്റാക്കി സിസ്റ്റത്തെ പരിഹസിച്ചു എന്നതുകൊണ്ടാണ്. വൈറലായി. അപ്പോൾ അതാണ് പ്രശ്നമായത്. പിന്നെയാണ് മാപ്പ് പറയാനൊക്കെ വന്നത്. പക്ഷേ അപ്പോൾ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയിരുന്നു. ഇതിപ്പോൾ ആജീവനാന്തം ഇവർ വിലക്കിയാലും പുള്ളിക്ക് കോടതി പോകുകയും ചെയ്തു. ഇപ്പം മോട്ടോർ വാഹന വകുപ്പിൻ്റെയാണല്ലോ, കോടതി പോയിട്ട് അതിനുള്ള തിരിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഭയങ്കര ഗുരുതരമായ അപകടം ഉണ്ടാക്കിയ ആളെ കൊന്ന കേസൊന്നും അല്ലാത്തതുകൊണ്ട് സാധ്യതയുണ്ട്. പക്ഷേ ഇതൊരു സംഗതിയാണ്. റീൽസ് ഉണ്ടാക്കാനും ആളുകളുടെ ശ്രദ്ധ പിടിച്ചു വരണം. ഇപ്പം സ്റ്റണ്ടിങ് നടത്തുക, അല്ലെങ്കിൽ ഈ വണ്ടിയുടെ പുറത്തേക്കിട്ട് വണ്ടിയെ അലക്ഷ്യമായി അപകടകരമായി ഓടിക്കുക, ഇതുപോലൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞത്, അത് ചെയ്യുന്നത് അത് അനുകരണീയമായ മാർഗ്ഗമല്ല. ഈ വ്ളോഗർമാരെന്ന് വെച്ചാൽ എന്താണ്, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് അങ്ങനല്ലേ ഇപ്പോൾ പുതുതായിട്ട് വിളിക്കും. അപ്പോൾ അവർ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത് നല്ല കാര്യങ്ങൾ കൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടതുണ്ട്. ഇനിയിപ്പോൾ അവരൊരു സംഗതി ചെയ്തു, അത് തെറ്റിപ്പോയാൽ അത് തെറ്റാണെന്ന് സമ്മതിക്കലാണ് മികച്ച മാർഗ്ഗം. അല്ലാതെ തെറ്റിനെ കൊണ്ട് നമ്മൾ മൊത്തത്തിൽ വെല്ലുവിളിച്ച് കളയാം എന്ന സമീപനം സ്വീകരിക്കുന്നത് ഉചിതമായ കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ അതൊരു സാമൂഹ്യ പ്രശ്നമാവും. ആ സാമൂഹ്യ പ്രശ്നം എന്നല്ല, ഇവരെ പിന്തുണയ്ക്കുന്ന വലിയ വിഭാഗം ആൾക്കാരുണ്ട്. പണ്ട് ഈ ബുൾജെറ്റ് എന്ന് പറയുന്ന 2 സഹോദരന്മാരുണ്ടായിരുന്നു. അവർക്ക് MBD-യുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു. MBD പിടിച്ചപ്പോൾ അവിടെ പോയി ഓഫീസിൽ പോയി വലിയ ബഹളവും സീനും ഉണ്ടാക്കുന്നു. കുറെ അതെ, ഞങ്ങളെ MBD ചതിച്ചു ഗൈസ്. അപ്പോഴാണ് കുറെ പിള്ളേർ വന്ന് കേരളം കത്തിക്കും എന്ന് പറയുന്നത്. വേറൊരു യൂട്യൂബർ വന്ന് ഭയങ്കര ഡേഞ്ചറസ് സിറ്റുവേഷനാണ് കേരളത്തിൽ എന്ന് പറയുന്നു. ഇത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല, അതൊരു സാമൂഹ്യ പ്രശ്നമാണ്. അതിനോട് ഈ നമ്മൾ എന്താണ് കുറച്ചുകൂടി നിയമത്തിൻ്റെ ഒരു നിയമം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ MBD കേരളത്തിൽ പാലിക്കുന്നത് കേരളത്തിലെ മാത്രം നിയമമല്ല, ഇന്ത്യയിലാകമാനമുള്ള റോഡ് സുരക്ഷാ നിയമങ്ങളാണ് അവരിവിടെ നടപ്പിലാക്കുന്നത്. അപ്പോൾ അത് നടപ്പിലാക്കാനുള്ള ബാധ്യത അവർക്കുണ്ട്. ഇപ്പോൾ കേരളത്തിലൊരു ട്രെൻഡ് എടുത്ത് നോക്കിയാൽ MBD-യോട് പൊതുവെ ആളുകൾക്ക് ഒരു പിടിക്കാഴിയുണ്ട്. ഇവന്മാരെ ഇത് ഓവറാക്കുകയാണ്, എല്ലായിടത്തും കയറി പിടിക്കുന്നു. ഒരു സ്റ്റിക്കർ ഒട്ടിച്ചാൽ പ്രശ്നം, അവിടെ ഒട്ടിച്ചാൽ പ്രശ്നം, ഇത് ചെയ്താൽ കുഴപ്പമില്ലല്ലോ എന്നൊക്കെയുള്ള ചോദ്യമുണ്ട്. ഇവിടെ തന്നെ ഇപ്പോൾ ദാവൂദ് ഇബ്രാഹിമിനെ പിടിച്ചില്ലല്ലോ, പിന്നെ സഞ്ജു ടെക്കി എന്തിനിങ്ങനെ വേട്ടയാടുന്നൊക്കെയുള്ള ചോദ്യമുണ്ട്. ദാവൂദ് ഇബ്രാഹിമിനെ പിടിച്ചില്ല എന്നതുകൊണ്ട് സഞ്ജു ടെക്കി ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെ കണ്ടില്ലെന്ന് നടിക്കണം എന്ന നിലപാട് സ്വീകരിക്കാൻ പാടില്ല. മറ്റ് രാജ്യങ്ങളിലേക്കും ഒക്കെ നോക്കൂ, അവിടെയൊക്കെ എന്തുമാത്രം തരത്തിലുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ MBD നമ്മളെ വേട്ടയാടുന്നു പറയുന്നവരുണ്ട്. മറ്റു രാജ്യങ്ങളിലെ നിയമം വേറെയാണ്, ഇവിടുത്തെ നിയമം വേറെയാണ്. മറ്റു രാജ്യങ്ങളിൽ MBD മാത്രമല്ല ഉള്ളത്, ബാക്കി ടോട്ടൽ സംസ്കാരവും അവിടുത്തെ ആളുകളും എല്ലാം വേറെയാണ്. അവിടെ റോഡ് സുരക്ഷാ നിയമങ്ങൾ മാത്രമല്ല, നമ്മളും നമ്മുടെ സംസ്കാരവും നമ്മുടെ റോഡ് സുരക്ഷാ സംസ്കാരവും എല്ലാം വേറെയാണ്. അപ്പോൾ വേറെ എവിടെയെങ്കിലും വെച്ചിട്ട് നമ്മുടെ നാടിനെ കമ്പയർ ചെയ്യുന്നതോ, വേറെ എവിടെയെങ്കിലും നിയമത്തെ വെച്ച് നമ്മുടെ നാട്ടിലെ നിയമത്തെ കമ്പയർ ചെയ്യുന്നതിലോ ഒരു അയുക്തികതയുടെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് ഇവർ ചെയ്യേണ്ട കാര്യം, തെറ്റ് പറ്റിപ്പോയാൽ അത് തെറ്റാണെന്ന് അഡ്മിറ്റ് ചെയ്യുകയും അത് സമ്മതിക്കുകയും ചെയ്യലാണ് ഉണ്ടായത്. അതുണ്ടായില്ല. വെല്ലുവിളിച്ചാൽ കുറേ ആളുകളുടെ എന്ന് വെച്ചാൽ ഒരു കാര്യമില്ലാത്ത കുറേ ആളുകൾ വന്ന് നമ്മളെ പ്രോത്സാഹിപ്പിച്ച് അപകടത്തിലാക്കുക എന്ന് പറയില്ലേ, ആ പ്രോത്സാഹനം കണ്ടിട്ട് ഈ ബുൾജെറ്റിനും പറ്റിയതാണ്. കുറേ കേരളം മൊത്തം ഇപ്പോൾ ഹർത്താൽ ആചരിക്കും സഞ്ജു ടെക്കിക്ക് വേണ്ടി. സഞ്ജു വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കില്ല. ഇന്ത്യൻ പീനൽ നിയമപ്രകാരമുള്ള ശിക്ഷ അയാൾ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ആവേശം എന്ന് പറയുന്നത് സബ്സ്ക്രൈബേഴ്സിനെയും അവിടുത്തെ ആൾക്കൂട്ടത്തെയും ഹിറ്റിനെയും കണ്ടിട്ട് കാണിക്കേണ്ട ഒരു കാര്യമല്ല എന്ന കാര്യം എല്ലാവർക്കും ഇനി ബോധ്യപ്പെടട്ടെ. നല്ല കണ്ടന്റ് ഉണ്ടാക്കട്ടെ. ഇനിയിപ്പോൾ ഒരു തെറ്റ് പറ്റിപ്പോയാൽ തെറ്റാണെന്ന് സമ്മതിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് വരാൻ കഴിയട്ടെ എന്നാണ് ഞാൻ പറയുക. നമ്മൾ റോഡ് നിയമങ്ങൾ എത്ര പേരാണ് അപകടത്തിൽ ഒരു ദിവസം പറ്റത്തില്ല. നമ്മൾ എല്ലാ ദിവസവും അപകട വാർത്ത വായിക്കുന്നു. അപ്പോൾ അപകടങ്ങൾ ഇല്ലാതാക്കാനുള്ള നിയമത്തിൻ്റെ എൻഫോഴ്സ്മെൻറ്റിനെ നമ്മൾ പിന്തുണയ്ക്കണമെന്നാണ് എനിക്കുള്ള അഭിപ്രായം. അത് ദാവൂദ് സാഹിബ് പറഞ്ഞ വിശാലമായ മാനവികതയുടെ കാഴ്ചപ്പാടുണ്ട് അവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ നിയമം വളരെ പ്രധാനപ്പെട്ടതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.